ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പുട്ട് എന്ന് പറയുമ്പോൾ ഇത് കുബൂസ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഗൾഫിലുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാരണം കുബൂസൊക്കെ വാങ്ങിച്ചിട്ട് ബാക്കി വന്നാൽ പിറ്റേ ദിവസം മിക്ക ആളുകളും അത് പിന്നീട് ഉപയോഗിക്കാറില്ല, അത് വേസ്റ്റിലേക്ക് കളയാണ് ചെയ്യാറ്. അപ്പോൾ ഇനി മുതൽ വേസ്റ്റിലേക്ക് കളയണ്ട, അത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുബൂസാണ് എടുത്തിട്ടുള്ളത്. ഇത് ഗോതമ്പ് പൊടിയുടെ കുബൂസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് നമ്മൾ മൈദ വെച്ചിട്ടുള്ള കുബൂസ് ഉണ്ടല്ലോ, അതൊക്കെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഗോതമ്പ് കുബൂസ് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മളിത് മിക്സിയുടെ പൊടിക്കണ ജാറുണ്ടല്ലോ, അതിലേക്ക് ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കൈകൊണ്ട് ഇതുപോലെ ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം കുബൂസിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണ്ട. ഇനി വേണ്ടത് വെള്ളമാണ്. അപ്പോൾ വെള്ളം കൂടി പോകരുത് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള കുബൂസാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കറക്റ്റായിരിക്കും. അപ്പോൾ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഇത് കണ്ടോ, ഇതാണ് കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സാധാരണ പുട്ടിൻ്റെ ആ ഒരു പരുവം എല്ലാവർക്കും അറിയായിരിക്കും. ഇത് കണ്ടോ, ഇത് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ വെള്ളം കൂടിപ്പോയി എന്ന് വെച്ചിട്ട് പേടിക്കൊന്നും വേണ്ട. ഒരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ ഈ ഒരു മാവ് കിട്ടും കേട്ടോ. ഇനി സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, അതിനുശേഷം നമ്മൾ ഈ ഒരു കുബൂസിൻ്റെ മാവ് ഇട്ട് കൊടുക്കുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഒരു കുബൂസിൻ്റെ പുട്ടിലേക്ക് കൂടുതൽ തേങ്ങ ചേർത്താൽ ഒരു ഇത്തിരി കൂടുതൽ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമാണെന്ന് വെച്ചാൽ കൂടുതൽ തേങ്ങ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ പുഴുങ്ങിയെടുത്ത പുട്ടാണ്, നന്നായിട്ട് വേവിച്ചെടുത്ത പുട്ടാണിത്. ഇത് കണ്ടത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല സോഫ്റ്റാണെന്ന്. അപ്പോൾ ഇത് നല്ല ചിക്കൻ കറീൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബീഫ് കറീൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി ഇതിലേക്ക് കറീൻ്റെ ആവശ്യം ഉള്ളവർക്ക് മാത്രം കേട്ടോ ഞാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ നമ്മൾ തേങ്ങ ചേർത്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ തേങ്ങ ചേർത്തുകൊണ്ട് തന്നെ നമുക്കൊരു ഇത്തിരി കട്ടൻ ചായയുടെ കൂടെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെയും കഴിക്കാം കേട്ടോ, കറീൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായിട്ടും ഇഷ്ടമാകും. അപ്പോൾ ഇനി വീണ്ടും പുതിയ നല്ല റെസിപ്പീസുമായി കാണാം. അതുവരെ താങ്ക് യു.